Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ തമ്മിലും കാണലൊക്കെ കണ്ട പോലെ തന്നെ ആക്സിസ് ബാങ്ക് റീസെന്റ് അവരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ നോർമലി ഇതിനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് റിവാർഡ് പോയിന്റ്സ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വൗച്ചേഴ്സ് ആയിട്ടോ അങ്ങനെ കുറെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മെയിൻലി എല്ലാവരും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നോക്കുന്നതും വിത്ത് അതർ എക്സ്ട്രാ ബെനിഫിറ്റ്സുകളും ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ മെയിനായിട്ട് എല്ലാവരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു എക്സ്ട്രാ റിവാർഡ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് നോർമലി പർച്ചേസ് ചെയ്യാനായിട്ടും എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ആക്സിസ് ബാങ്ക് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലത്തെ ഒരു റെസിഡൻറ്റിന് 23 ലക്ഷത്തിൻ്റെ ബില്ല് അടിച്ചു കൊടുത്തത് എന്തിനാണെന്നറിയോ? ആ റിവാർഡ് പോയിന്റ് അധികം ഉപയോഗിച്ചതിന്. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി അവരുടെ ആക്സിസ് ബാങ്കിൻ്റെ സിസ്റ്റത്തിലേക്ക് അതൊരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് എന്താ ആള് കുറേ ഇതുപോലെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീഫണ്ടായ ട്രാൻസാക്ഷനും അവർ ആക്ച്വലി നോർമലി നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു പർച്ചേസ് ചെയ്തിട്ട് അത് ക്യാൻസലോ അല്ലെങ്കിൽ റീഫണ്ടോ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടി ക്രെഡിറ്റ് നമ്മുടെ റിവാർഡ് പോയിന്റ് ക്യാൻസൽ ആവും, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും, അല്ലെങ്കിൽ അത് ഓൾറെഡി റീഫണ്ട് ആവും. അങ്ങനെയാണ് നോർമലി ആ സംഭവിക്കുക. പക്ഷേ ഇപ്പോൾ ഈ ആക്സിസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഗ്ലിച്ച് കാരണം തന്നെ ഇപ്പോൾ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇയാളുടെ കേസിൽ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ആക്ച്വലി നിങ്ങൾക്കറിയാം എല്ലാവരും റിവാർഡ് പോയിന്റ് റിഡീം കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ. അപ്പോൾ ആക്ച്വലി ഇത് റിഡീം ചെയ്തതിന് ബാക്കി വന്നേക്കണ തിരിച്ചടയ്ക്കാൻ വന്നേക്കുന്ന ഒരു എമൗണ്ട് 23 ലക്ഷം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്സിസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഇത് വന്നേക്കുന്നത്, നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് ആൾക്ക് അർഹപ്പെട്ട റിവാർഡ് പോയിന്റ് ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ക്യാൻസലേഷൻ വന്ന റിവാർഡ് ട്രാൻസാക്ഷൻ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഒരു അത് ആക്ച്വലി ഒരു റീഫണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന നോട്ടീസ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഒരു ഗ്ലിച്ചാണ്. അപ്പോൾ അത് ആക്സിസ് ബാങ്കാണ് അത് റെക്ടിഫൈ ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഇതിന്റെ ന്യൂസ് ഫുള്ളി ആയിട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇയാൾ ഇതിന് വേണ്ടി ഈ നമ്മുടെ റിവാർഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉടായ്പ ചെയ്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ റിവാർഡ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ കാർഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ കാർഡ് അല്ലെങ്കിൽ പേഴ്സണൽ കാർഡാണ്. പേഴ്സണൽ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അത് ബിസിനസ് പരമായിട്ടും ബാക്കിയുള്ള എല്ലാവർക്കും ഉപയോഗിക്കാനൊക്കെ കാർഡ് റിവാർഡ് പോയിന്റ് ക്യാഷ് ബാക്ക് കിട്ടാനൊക്കെ ഇതുപോലെ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് യൂസ് എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മിക്ക ബാങ്കുകളും ഇതുപോലെ ഡിറ്റക്ട്, പ്രത്യേകിച്ച് ആമസോൺ ICICI കാർഡ്, ഫ്ലിപ്കാർട്ടിന്റെ കാർഡ്, ഇതൊക്കെ നമ്മൾ മിസ്യൂസ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാർഡ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതേപോലെ പരിപാടി തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കണം. ചാൻസ് ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് അതിനാണ് ചാൻസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഇത് മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഇതുപോലെ ഒരു ഇഷ്യൂ വരണം. എന്ന് വെച്ചാൽ 23 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര ബോട്ട് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതും മിക്കതും ഇങ്ങനെ ഒരു മിസ്യൂസ് ചെയ്താനൊക്കെയാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ റിവാർഡ് പോയിന്റ് കിട്ടാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ്, പ്രത്യേകിച്ച് പേഴ്സണൽ ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ബിസിനസ് യൂസ് നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിനും യൂസ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ബിസിനസ് യൂസ് ചെയ്യാനുള്ള ക്രെഡിറ്റ് കാർഡ് വേറെ ഉണ്ട്, ബിസിനസ് ക്രെഡിറ്റ് കാർഡ് എന്നൊരു വേറെ സംഭവമുണ്ട്. അപ്പോൾ NRI ക്രെഡിറ്റ് കാർഡ് വേറെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ സെപ്പറേറ്റ് കാർഡുകളുണ്ട്. അപ്പോൾ ഇതിന് ഇതല്ലാത്ത സംഭവത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും ഫുള്ളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇതൊക്കെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബ്ലാക്ക് ലിസ്റ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വേറെ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്ത തരത്തിലൊക്കെ ബ്ലാക്ക് ലിസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക സാധനം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ തന്നെ വന്നത് അപ്പോൾ ആക്സിസ് ബാങ്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇത് മെയിനായിട്ട് ആമസോൺ ICICI കാർഡിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ സൈഡിൽ നിന്ന് റെഗുലർ ആയിട്ട് വരാനുള്ള സംഭവം. പക്ഷെ അത് ബിസിനസ് യൂസുമായിട്ടാണ്. എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് അറിയിക്കില്ല, ആമസോണിലാണെങ്കിൽ 5% ആമസോൺ പേ ബാലൻസ് കിട്ടും, പക്ഷേ നമ്മുടെ ആയിട്ട് 4%, 5% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പേഴ്സണൽ യൂസ് അല്ലാത്തതിന് പകരം ഫാമിലിക്കും ഫ്രണ്ട്സിനും കണ്ട ആൾക്കാർക്കും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട് എടുത്തു കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ബിസിനസ് യൂസ്, ഒരു മിസ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് യൂസ് എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ അത് പേഴ്സണൽ കാർഡാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. അപ്പോൾ നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. നോർമലി ബാങ്കിന്റെ നിയമം അനുസരിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലത്തെ ആൾക്കാർക്ക് പോലും, അതായത് നിങ്ങളുടെ പാരൻസിന് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റൂൾ. അതായത് നമ്മുടെ ATM കാർഡ് പോലും വേറെ ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് റൂൾ. അതായത് നിങ്ങൾ ATM കാർഡ് ഉപയോഗിച്ച് നമ്മുടെ ATM മെഷീനിൽ പോയിട്ട് ക്യാഷ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളല്ല നിങ്ങളുടെ വേറെ ആരെങ്കിലും ആയിട്ട് പോയി ക്യാഷ് എടുത്തിട്ട് ക്യാഷ് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാഷ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് പറയും ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഇതല്ല ഫോളോ ചെയ്യണം, നിങ്ങളുടെ കാർഡ് നിങ്ങളെല്ലാം യൂസ് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് അവർ പണിയാക്കാൻ പറയും. അപ്പോൾ അങ്ങനെയാണ് ഈ റൂൾസ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കാൻ മറക്കാൻ കേട്ടോ. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അറിയില്ലല്ലോ, കഴിഞ്ഞ കൊല്ലം ഒരു മിഡിൽ തൊട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഇപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ എൻ്റെ റെഫറൽ ലിങ്കിൽ ഞാൻ എൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ലിങ്കുകളാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കി നോക്കുക, കിട്ടാനുള്ള കുറച്ച് ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നല്ല പ്രൊഫൈലും നമ്മുടെ സിവിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്നുള്ളൂ കേട്ടോ. ഭയങ്കര അപ്രൂവൽ ആയിട്ട് കുറവാണ്, നല്ല പാടാണ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ കിട്ടാൻ, അപ്രൂവ് ആയിട്ട് കിട്ടാൻ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസുമാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസ് കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ നോക്കി കാണാം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബ്ലറൊക്കെ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്നത് റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.
കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.